ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ഖത്തറിനെ നടുക്കി ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ തേടിക്കൊണ്ടിരുന്ന ഹമാസ് നേതാക്കളുള്ള അൽ ഹയ്യെ അടക്കമുള്ളവരെ വധിക്കാനാണ് ഇസ്രായേലി വ്യോമാക്രമണം നടത്തിയത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അൽ ഹയ്യ മരണപ്പെട്ടിട്ടില്ല എന്ന് ഇസ്രായേലിന് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്തർ യഥാർത്ഥത്തിൽ വ്യോമാക്രമണത്തിനല്ല ഖത്തറിൽ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നത്, കരയാക്രമണത്തിനാണ് ഇസ്രായേൽ അവിടെ പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതാണ്. ആ നീക്കം തടഞ്ഞത് മൊസാദാണ്. പിന്നാലെ 15 പോർ വിമാനങ്ങൾ പറന്നെത്തി ഖത്തറിനെ അല്ലെങ്കിൽ ഖത്തറിലെ ഖത്താറയിൽ ഈ ബോംബുകൾ വർഷിച്ചു പോവുകയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ മധ്യസ്ഥ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ കരയാക്രമണം നടത്താനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ നീക്കമാണ് ഈ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള മൊസാദ് തടഞ്ഞു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് മൊസാദ് വിസമ്മതിച്ചതാണ് ദോഹയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്ന് വാഷിങ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ചൊവ്വാഴ്ച വ്യോമാക്രമണത്തിലൂടെ ഹമാസിൻ്റെ ഉന്നത നേതാക്കളെ വധിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. കരയാക്രമണം നടത്തിയാൽ ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പ്രധാന മധ്യസ്ഥത വഹിച്ച ഖത്തറും ഇന്റലിജൻസ് ഏജൻസിയും തമ്മിലുള്ള ബന്ധം തകരുമെന്ന് ഭയന്നാണ് മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഖത്തറിലെ ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ എതിർത്തത് എന്നാണ് ഈ വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത്. ഇതോടെ കരയാക്രമണത്തിന് പകരം ഇസ്രായേൽ 15 പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആക്രമണത്തിന് 10 മിസൈലുകളാണ് ഉപയോഗിച്ചത്. ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു എന്നും അറിയാനായി സാധിക്കുന്നു. കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതൃനിരയിലെ ഉദ്യോഗസ്ഥരാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഹമാസ് പ്രതിനിധി സംഘത്തിൻ്റെ ബന്ധുക്കളും സഹായികളുമാണ് കൊല്ലപ്പെട്ടത് എന്ന് പിന്നീട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആക്രമണം പരാജയമാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിൻ്റെ ഖത്തർ ആസ്ഥാനമായുള്ള നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹമാം അൽ ഹയ്യയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ പ്രധാനി എന്നാണ് പിന്നീട് അറിയാനും സാധിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.